മെയ് 3-ന് നടക്കേണ്ടുന്ന നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതില് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തെ മാറ്റിയതുമില്ല. ഈ പാറ്റ പാർട്ടിയുടെ പ്രക്ഷോഭമൊക്കെ നടന്നപ്പോൾ അവരതിനൊരു കാരണമായിട്ട് പറഞ്ഞത് പോലും ഇതായിരുന്നു. ഇത് സത്യത്തിൽ വലിയൊരു വിഷയം തന്നെയാണ്. 10-22 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ ജീവിതം പോകുന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്നലെ ടെലഗ്രാമിന് പൂട്ടിട്ടു കേന്ദ്ര സർക്കാർ. സാധാരണ കേന്ദ്രം ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട് എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇന്നലത്തെ ഈ ഒരു തീരുമാനവുമായിട്ട് എനിക്ക് തീരെ പൊരുത്തപ്പെടാൻ പോലും പറ്റില്ല. അപ്പോൾ എത്രയോ അധികം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തിന് ഇതാണോ ഒരു പോംവഴിയായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം? ഒരിക്കലുമല്ല. അല്ലാതെ മാത്രമല്ല, ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടത് 2026 ആദ്യമായി സംഭവിച്ചതല്ല. ഇതിന് മുമ്പ് 24-ലും 23-ലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട്. ആ പരാതികൾക്കെതിരെ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്നും ഇതുപോലെ അന്വേഷണമൊക്കെ നടത്തുന്നല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇതിൽ യാതൊരു ടെൻഷനും ഇല്ല. സത്യത്തിൽ 22 ലക്ഷം കുട്ടികൾ എന്നല്ല, 22 ലക്ഷം കുടുംബങ്ങൾ എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഇത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി കണക്കാക്കി ഇതിനു വേണ്ടി ഒരുപക്ഷെ വർഷങ്ങൾ, ചിലര് 1 വർഷം കളഞ്ഞ് പോലും ഇതിനകത്ത് പഠിച്ച് +2 കഴിഞ്ഞ് പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞ് 1 വർഷം കൂടി അങ്ങനെ. അപ്പൊ ജീവിതത്തിലെ വർഷങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തി, ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി, വലിയ പ്രതീക്ഷയോടെ വരുന്ന 22 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ് ഇവരിട്ട് എറിഞ്ഞു കളിച്ചത്. അത് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാകും, സ്വാഭാവികമാണ്. മാത്രമല്ല ഇറസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ്. ഇറസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമില്ല, തോന്നിമാരി ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ +2 CBSE ഒക്കെ നമ്മൾ കണ്ടു. നിരന്തരമായി വിദ്യാർത്ഥികളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. അവർക്ക് കാരണം അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് പറയുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതല്ല അതിന്റെ അനിശ്ചിതത്വം. കാരണം ഒരു ജീവിതം, ഇനി എൻ്റെ ജീവിതത്തിൽ ഇനി എന്തു ചെയ്യും എന്നാഗ്രഹിച്ചു, അങ്ങനെയാണ് ആത്മഹത്യയും പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദികൾ ആരാണെങ്കിലും അവരെ ശിക്ഷിക്കണം. അവർ ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കണം. ഇത് ആവർത്തിക്കപ്പെടില്ല എന്ന് ഉറപ്പാക്കണം. 24-ലും 23-ലും ഒക്കെ പറഞ്ഞു ഇനി ആവർത്തിക്കുകയില്ല, പക്ഷെ അത് വീണ്ടും ആവർത്തിച്ചു. അപ്പോഴാണ് ഇതിന്റെ കോക്രോച്ച് പാർട്ടി ആണെങ്കിലും മറ്റേതെങ്കിലും പാർട്ടി ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഇതിന്റെ മന്ത്രി, അയാൾ അവിടെ ഒരു പ്രശ്നം വേണ്ടി ഇരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന അയാൾ അടുത്ത ആഴ്ച പ്രധാനമന്ത്രിയുടെ കൂടെ എവിടേക്കോ വിദേശയാത്രയ്ക്ക് പോവാന്ന്. അപ്പോ തീർച്ചയായിട്ടും അയാൾക്ക് കൊടുക്കുന്ന എല്ലാ സംരക്ഷണവും ഇവിടെ കിട്ടുന്നു ഒരു മന്ത്രി. മറുവശത്ത് ഇതിനെ എതിർക്കുന്ന ആളുകളെ അവർക്ക് ചെയ്യാനുള്ള സ്വതന്ത്ര ജനാധിപത്യത്തിൽ എന്താ, മാധ്യമങ്ങളാണ്, പലതരത്തിലുള്ള മാധ്യമങ്ങൾ. ഇപ്പം പണ്ടൊക്കെയാണ് പത്രങ്ങളാണ്, TV ഉണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ്. ഈ മാധ്യമങ്ങൾക്ക് പൂട്ടിടുക എന്ന് പറയുന്നത് വളരെ തെറ്റായൊരു കാര്യമാണ്. ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാർത്ത കൊണ്ടുവരുന്ന ഒരാളെ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. അയാളൊന്നും ചെയ്യുന്നില്ല, പോസ്റ്റ്മാനാണ്. അയാൾ വാർത്ത കൊണ്ടുവരുന്ന ആളെ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. വാർത്ത കൊടുത്തയച്ച ആളെയോ അല്ലെങ്കിൽ അതിന് കാരണക്കാരെയോ അല്ല. എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം, ലോകമെങ്ങും ഇപ്പോൾ കോക്രോച്ച് പാർട്ടിയുടെയൊക്കെ ഇത് നിൽക്കുകയാണ്, യൂത്ത് മൂവ്മെന്റ് വരികയാണ്. ലോകമെങ്ങും യൂത്ത് മൂവ്മെന്റുകൾ പെട്ടെന്ന് വളർന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ നിരോധനം വരുമ്പോഴാണ്. ഇപ്പോൾ നേപ്പാളിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയ നിരോധിച്ചാൽ കുട്ടികൾ പെട്ടെന്ന് രംഗത്തേക്ക് വരും. ഇവിടെ എന്തുകൊണ്ട് ടെലഗ്രാം, അതൊരു ചോദ്യം. ടെലഗ്രാമിൽ എഡിറ്റിംഗ് പറ്റില്ല, 30-ാം തീയതി വരെയാണ് ഇവർ ഇട്ടിട്ടുള്ളത്, എഡിറ്റിംഗ് പറ്റില്ല. പക്ഷെ അതിന്റെ കുട്ടികൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, ടൈം കാണാൻ പറ്റും. ടൈം കാണാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നതിൽ കാര്യമില്ല, ടൈം കാണാൻ പറ്റും. ഇതൊക്കെ ആ കുട്ടികൾ തന്നെ പറയുന്നുണ്ട്. 12-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മളെക്കാളൊക്കെ വേറുണ്ട് ഈ കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ടെലഗ്രാം പോലൊരു മാധ്യമം ഇത് വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നു. ആ മാധ്യമത്തിൽ ഇടപെടാൻ കുട്ടികൾ ചെയ്യുന്നു. ഇപ്പം നീറ്റായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇതുകളൊക്കെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പം ഇതിൽ ഒന്ന് ഇവർ തെറ്റിദ്ധാരണ വരുത്താണോ ചെയ്തത്? അല്ലല്ലോ, സംഭവം പറയല്ലേ, ഇവർ റിപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത്. എന്താ ചെയ്തത്? ഈ മാധ്യമങ്ങൾ എന്താ ചെയ്തത്? ഇവർ തകരാറ് പറ്റിയിട്ടുണ്ട്, ഇത്ര കുട്ടികൾക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് അവരുടേതായ രീതിയിൽ പറയുന്നതാണ് മാധ്യമങ്ങളുടെ ജോലി. ടെലഗ്രാം ചെയ്തിട്ടുണ്ട്, വാട്സപ്പും ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അവരെ നിരോധിച്ചാൽ ഇതെങ്ങനെയാണ് മെച്ചപ്പെടുക? അപ്പോൾ യുവാക്കളുടെ ഇടയിൽ ഇതിനെതിരായുള്ള വികാരം, കോക്രോച്ച് പാർട്ടി പോലെയുള്ള
അവർ ഉയർത്തിക്കൊണ്ടുവന്ന വികാരം, അതിൽ പ്രധാന വിഷയം ഇതാണല്ലോ. അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് ഏറ്റവും പ്രധാനം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വലിയ നാശം വരുത്തി വെച്ചിട്ട് ആ വരുത്തി വെച്ച ആളിപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ലാണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഒരു യൂത്ത് അല്ലെങ്കിൽ ഒരു കുടുംബം, സാധാരണ മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കണം അതിനോട്? അവിടെ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കുന്ന മാധ്യമമാണ് പ്രശ്നം. നിങ്ങളുടെ ശബ്ദം പുറത്ത് കേൾക്കരുത്, നിങ്ങളുടെ ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല, നിങ്ങളുടെ വായ അടച്ചു വയ്ക്കുകയാണ്. അപ്പൊ അത് വളരെ തെറ്റായ ജനാധിപത്യമാണ്. സർക്കാരിൻ്റെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്, സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ വഴിക്ക് അവർക്ക് കൗണ്ടർ ചെയ്യാം. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അവരെയൊക്കെ അവർ ഉപയോഗിച്ച് ഇതിനെതിരെ പ്രചരണം നടത്തുകയാണ്. ഗോദി മീഡിയ എന്ന കുട്ടികൾ പറഞ്ഞ അവരൊക്കെ സെൻട്രൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ വെച്ച് ഈ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ ഇതിനെതിരെ വലിയ തോതിൽ പ്രചരണം നടത്തുകയാണ്. ഈ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കാനുള്ള കവചമൊരുക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് തെറ്റായൊരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം വിചാരിക്കുന്നില്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നു എന്ന് തോന്നുന്നില്ല. അതില്ല, വേറൊരാൾ വരാം. പക്ഷേ തെറ്റ് ചെയ്ത ഒരാൾ, തെറ്റിന് കൂട്ടുനിന്ന ആൾ, അതിനെ സഹായിച്ച ആൾ, അയാൾ മാറണം എന്നുള്ളത് ജനാധിപത്യത്തിൽ വളരെ ബേസിക് ആയ ഒരു കാര്യമാണ്. ഇത് ഡയറക്റ്റ് ധർമ്മേന്ദ്ര പ്രധാൻ ഇത് ചെയ്തു എന്നുള്ളതല്ല. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വകുപ്പിന് കീഴിൽ വരുന്നിടത്ത് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടി നീതിബോധം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇതിന് താഴെയുള്ളവരെയോ അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായവരെയോ ഒന്നും കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവരാരും വെളിച്ചത്തേക്ക് വരുന്നില്ല. ഇപ്പൊ 10, 15, 30 ലക്ഷത്തിന് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിറ്റവരെയാണ് പിടികൂടിയിട്ടുള്ളത്. ഇതിന്റെ ഒറിജിനൽ ഇത് എവിടെ നിന്ന് പോയി എന്നുള്ളതുണ്ടല്ലോ സർ. അതുപോലെ തന്നെ കേട്ടൊരു വാർത്ത എന്ന് പറയുന്നത്, ഇപ്പോ നടക്കാൻ പോകുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊണ്ടുപോകാനൊക്കെ ഉപയോഗിച്ചത് ഇന്ത്യൻ വ്യോമസേനയാണ്. വ്യോമസേനയ്ക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുക ഈ നാട്ടില്? നാട് മൊത്തം യുദ്ധമാണ്, എപ്പോ എവിടെ ഇറങ്ങേണ്ടി വരും എന്നൊന്നും നമുക്കറിയില്ല. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ വ്യോമസേനയെ, ഇന്ത്യൻ ആർമിയെ ഉപയോഗിച്ച് ഇത് മാറ്റുക, അതിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ തീർക്കുക എന്നുള്ളതല്ലല്ലോ. ഇതിന് കൃത്യമായ ഒരു പരിഹാരം കാണും. ഇപ്പോ ഈ പറയുന്ന നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി പോയിട്ട് പറഞ്ഞെന്താ, ഇത് സ്റ്റേറ്റ് നടത്തിക്കോളാം, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, ഇതിന്റെ കാര്യങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്നുള്ളതാണ്. ഈ ഒരു സംവിധാനത്തിൽ വിശ്വാസമില്ലാതെ വരുന്നത് കൊണ്ടാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയോട് ഇത് ആവശ്യപ്പെടേണ്ടി വരുന്നത്. അപ്പോഴും ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതിരിക്കുന്നതാണ് അവിടെയല്ലേ പ്രശ്നം വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക്, ഇത്രയും ലക്ഷം കുടുംബങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന നിലപാട് ഒരു ഗവൺമെന്റിൽ നിന്ന് വരിക എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മളങ്ങനെയല്ലേ കാണുക. ഞങ്ങൾ വ്യോമസേനയെ കൊണ്ടുപോകുമോ, ആർമി കൊണ്ടുപോകുമോ, വേറെന്തെങ്കിലും കൊണ്ടുപോകുമോ എന്നുള്ളതൊന്നും അല്ല ചോദ്യം. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയും കൊല്ലങ്ങളായി നടന്നു വരുന്ന ഒരു സംവിധാനം, ആ സംവിധാനം തെറ്റുകുറ്റം കൂടാതെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പലവട്ടം ആവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിൻ്റെയൊക്കെ നിലപാട് പറയുന്നത്. ഞങ്ങളുടെ സ്റ്റേറ്റിൽ നടത്തിക്കോളാം, ഓരോ സ്റ്റേറ്റിൽ നടത്തിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അങ്ങനെ നടത്തുകയാണെങ്കിൽ, സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമായിട്ട് നടത്തുകയാണെങ്കിൽ കുറെ കൂടി കൺട്രോളബിലിറ്റി. ഇപ്പം സ്റ്റേറ്റിൽ പെട്ടെന്ന് അറിയില്ല. കേരളത്തിൽ അങ്ങനെ വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നാൽ ഒരു നിമിഷം കൊണ്ട് കേരളത്തിൽ പിടിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇതിപ്പോൾ രാജസ്ഥാനിൽ ചോർന്നോ, UP-യിൽ ചോർന്നോ ആർക്കറിയാം? ഇപ്പോഴും കൃത്യതയില്ലല്ലോ. എങ്ങനെ പോയി, എവിടെ നിന്ന് പോയി എന്നുള്ളൊരു കൃത്യതയില്ല. ഇനി വ്യോമസേന ഇത് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകുന്ന ട്രെയിനിൽ നിന്നാണ് ആളുകൾ വലിച്ചെടുത്തത്? അല്ലല്ലോ, അല്ല. അപ്പൊ കൊണ്ടുപോകുന്നിടത്തല്ലല്ലോ പ്രശ്നം. ഇത് അച്ചടിക്കുന്ന എവിടെയാണ്? ഇന്ത്യൻ കറൻസി വരെ പുറത്ത് അച്ചടിക്കാൻ കഴിയുന്ന രാജ്യത്താണ് നമ്മൾ നിൽക്കണമെന്ന് ആലോചിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കുറ്റക്കാർ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. കുറ്റക്കാർ സംരക്ഷിക്കപ്പെടുന്നു എന്ന തോന്നൽ, ഇതിനെതിരായ പ്രതിഷേധം ശക്തിപ്പെടുത്താനാണ് സാധ്യത. ജനങ്ങളുടെ വിശ്വാസ്യത ഇതുവരെ തിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല.